കോഴിക്കോട് പശുക്കടവ് പോങ്ങാട് മലയിൽ പശുവിനെ മേയ്ക്കാൻ പോയ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കാട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പശുക്കടവ് സ്വദേശിനി ബോബിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി നടന്ന തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പശുവിൻ്റെ ജഡവും അവിടെ നിന്നും കിട്ടിയിരുന്നു. ഷോക്കേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, തുടക്കത്തിൽ പല സംശയങ്ങളും ചില ദുരൂഹതകളൊക്കെ ഉയർന്നു വന്നതാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നു മറ്റ് ദുരൂഹതകളില്ല, ഷോക്കേറ്റാണ് മരിച്ചതെന്ന്. എന്താണ് ഏറ്റവും ഒടുവിൽ പോലീസിന്റെ കണ്ടെത്തൽ? ടോമോ, വലിയ ആശയക്കുഴപ്പമായിരുന്നു ഈ പശുവും ഒപ്പം ഈ വീട്ടമ്മയും മരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. കാരണം പശു മരിച്ചെടുത്തതെന്നും ഏതാണ്ട് 10 മീറ്റർ ഇപ്പുറത്താണ് ആ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമായത്. പശുവിനെ പതിവായി വനാതിർത്തിയോട് ചേർന്നുള്ള ഇടങ്ങളിൽ മേയ്ക്കാൻ വിടുന്നതാണ്. പക്ഷേ വൈകുന്നേരമായിട്ടും സാധാരണ മടങ്ങി എത്താറുള്ള പശു തിരിച്ചെത്തിയില്ല. ഇതേ തുടർന്ന് പശുവിനെ തിരഞ്ഞ് വീട്ടമ്മ കാട്ടിലേക്ക് അല്ലെങ്കിൽ വനാതിർത്തിയിലേക്ക് പോയി. പക്ഷേ ഏറെ നേരം കഴിഞ്ഞിട്ടും രാത്രിയായിട്ടും ഈ ബോബി തിരിച്ചു വരാത്ത സാഹചര്യത്തിലാണ് കുടുംബം അവരെ തിരഞ്ഞു പോയത്. പിന്നീട് നാട്ടുകാരെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തുകയും ഇവർക്കായി ഊർജിതമായി തിരച്ചിൽ നടത്തുകയും ചെയ്തു. പിന്നീടാണ് വനാതിർത്തിയോട് ചേർന്നുള്ള ഒരു പറമ്പിൽ ഈ വീട്ടമ്മയുടെയും പശുവിൻ്റെയും മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും തെരച്ചിലിൽ ഈ മൃതദേഹം കണ്ടെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. വലിയ കോടമഞ്ഞൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ചൊരു വ്യക്തത നാട്ടുകാർക്കോ അല്ലെങ്കിൽ തെരച്ചിലിന് പോയവർക്കോ ഉണ്ടായില്ല. ശരീരത്തിൽ കാര്യമായ പാടുകളോ മുറിപ്പാടുകളോ ബലപ്രയോഗത്തിൻ്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഉരകങ്ങൾ കടിച്ചതുമായി ബന്ധപ്പെട്ട അത്തരമൊരു ലക്ഷണങ്ങളൊന്നും പ്രകടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പശു ചത്തു കിടക്കുന്നു, അതിന് അടുത്തായി ഈ വീട്ടമ്മയും മരിച്ചു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഹൃദയാഘാതം ഉണ്ടായതോ അല്ലെങ്കിൽ ഈ പശു എന്തെങ്കിലും കാരണത്താൽ ചത്തുപോവുകയും പിന്നീട് ഇത് കണ്ട വീട്ടമ്മ, കാരണം അവരുടെ ഒരു ജീവനോപാധി ഇതൊക്കെ ആയതുകൊണ്ട് അത്തരത്തിലൊരു സംശയമൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു ഈ മൃതശരീരം. അപ്പോഴാണ് ഷോക്കേറ്റാണ് മരിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയത്. കയ്യിൽ ഈ പൊള്ളലേറ്റ പാടുകൾ, ഈ ഷോക്കടിക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചില പാടുകൾ കണ്ടെത്തിയിരുന്നു. ഒപ്പം പോസ്റ്റ്മോർട്ടം നടപടികളിൽ ഇത് ഷോക്കേറ്റാണ് മരിച്ചതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ പലയിടങ്ങളിലും ഈ വനമേഖലയോട് ചേർന്ന കൃഷിയിടങ്ങളിൽ ഈ വന്യമൃഗശല്യം ഒഴിവാക്കാൻ, പ്രത്യേകിച്ചും പന്നിയും മറ്റുമൊക്കെ ഒഴിവാക്കാനുള്ള കെണികൾ അനധികൃതമായി സ്ഥാപിക്കുന്നത് പതിവാണ്. അടുത്ത കാലത്തായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി ഇത്തരം പന്നിക്കണികളിൽ നിന്നും ഷോക്കേറ്റ് ആളുകൾ മരിക്കുന്നതും പതിവായിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു അനധികൃത കെണിയിൽ നിന്നാണ് ഈ ബോബിക്ക് ഷോക്കേറ്റതെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ മൃതശരീരങ്ങൾ കടന്നെടുത്തതെന്നും ഏതാണ്ട് 15 മീറ്റർ മാറി വൈദ്യുതി ലൈൻ പോകുന്നുണ്ട്. ഒപ്പം സമീപത്ത് തന്നെയുള്ളൊരു കൊക്കോ തോട്ടത്തിൽ ചില PVC പൈപ്പുകളും അത്തരത്തിൽ അനധികൃതമായി പുറത്തേക്ക് വൈദ്യുതി പ്രയോഗിക്കാൻ പറ്റുന്ന ചില സംവിധാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ മൃതശരീരത്തിന് അടുത്തുണ്ടായിരുന്ന സംവിധാനങ്ങളൊക്കെ വിച്ഛേദിച്ച് പെട്ടെന്ന് തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ളൊരു നീക്കം നടത്തിയതുപോലൊക്കെ പ്രകടമാവുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും നിലവിൽ ഷോക്കേറ്റാണ് മരിച്ചതെന്ന് അധികൃതർ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരണം വരുന്നു. മറുവശത്ത് ഈ മൃതശരീരം കിടന്ന സ്ഥലത്തിന് അടുത്ത് ഈ ഷോക്കിൻ്റെ അല്ലെങ്കിൽ ഈ കെണി ഒരുക്കിയതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുന്നു. അതുകൊണ്ട് തീർച്ചയായും ഈ ബോബിയുടെ മരണം ഈ വൈദ്യുതാഘാതത്തിൽ നിന്നാണ് എന്ന ഒരു സ്ഥിരീകരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആരാണ് ഈ കെണി സ്ഥാപിച്ചത്, ഇത് എങ്ങനെയാണ് സ്ഥാപിക്കാനിടയ സാഹചര്യം എന്നിവയെപ്പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ അന്വേഷിക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബോബിയുടെ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നുമുണ്ട്. ടോം. അനീഷ്, നമുക്കറിയാം ഈ കെണി, വൈദ്യുതി കെണി മൂലം നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്ന ഒട്ടേറെ കർഷകരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകളും ഒക്കെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. ഇവിടെ ഈ ബോബിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടികൾ എങ്ങനെയാണ്? ആരാണ് അവിടെ വൈദ്യുതി വേലി അവിടെ സ്ഥാപിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടോ? വ്യക്തത വന്നിട്ടുണ്ടോ?
തീർച്ചയായും അക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. ഈ സ്ഥലത്തിൻ്റെ ഉടമയെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കോഴിക്കോട് ജില്ലയുടെയൊക്കെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ വനമേഖലയോട് അതിരിടുന്ന ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പലയിടത്തും ഇത്തരം അനധികൃത വേലികൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം വന്യജീവി ശല്യം വളരെ രൂക്ഷമായ ഒരു പ്രശ്നമായി മാറുകയാണ് പലയിടത്തും. ഈ കർഷകർ കൃഷി ചെയ്യുന്ന വിളകൾ ഒരു തരത്തിലും വിളവെടുപ്പിന് പോലും പറ്റാത്ത വിധം മോശമാക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് സ്വന്തം നിലയിലൊക്കെ കെണികൾ സ്ഥാപിച്ചാണ് പലപ്പോഴും കൃഷിയിടങ്ങളെ കർഷകർ സംരക്ഷിക്കുന്നത്. അതിന് നിയമാനുസൃതമായ മാർഗങ്ങളുണ്ട്. ഈ അനുമതി വാങ്ങി സ്വകാര്യ വ്യക്തികൾക്ക് ഈ സൗരോർജ്ജ വേലിയോ അല്ലെങ്കിൽ വൈദ്യുതി വേലിയോ ഒക്കെ നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകാറുണ്ട്. പക്ഷേ അതിന് കൃത്യമായ നടപടിക്രമം പാലിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ അനധികൃതമായി ഈ വൈദ്യുതി ലൈനിൽ നിന്നും വലിച്ചല്ല ഇത്തരം കെണികൾ ഒരുക്കേണ്ടത്. നിയമാനുസൃതമായ മാർഗങ്ങളുണ്ട്. അതിനൊന്നും നിൽക്കാതെയാണ് കുറുക്കുവഴികളിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരം മേഖലകളിലൂടെ ഈ ആടിനെ മേയ്ക്കുന്നതിനോ അല്ലെങ്കിൽ കന്നുകാലികളെ മേയ്ക്കുന്നതിനോ മറ്റു കൃഷിപ്പണിക്കോ ഒക്കെ പോകുന്ന സാധാരണക്കാരായ ആളുകൾ ഈ കെണികളെപ്പറ്റി അത്ര ബോധവാന്മാരാവണമില്ല. അല്ലെങ്കിൽ ഇത്തരം ഒരു കെണി ഒരുക്കിയിട്ടുണ്ടെന്ന് പോലും അവർക്ക് അറിയണമെന്നില്ല. ഇവിടെ തന്നെ ആയാലും ആദ്യം ഈ പശു കാട്ടിലേക്ക് പുല്ല് തിന്നാനായി പോകുന്നു. ഒരുപക്ഷെ തിരിച്ചു വരുന്ന വഴിക്കോ അല്ലെങ്കിൽ അവിടെ പുല്ല് മേഞ്ഞ് നടക്കുന്ന സമയത്തോ വല്ലതും ആയിരിക്കാം ഈ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് ചത്തു വീഴുന്നത്. ഇതിനുശേഷമാവും ആ വീട്ടമ്മ വരികയും വീട്ടമ്മയ്ക്കും ഒറ്റ നോട്ടത്തിൽ ഇത് ഷോക്കേറ്റ് മരിച്ചതാണെന്നൊരു പക്ഷേ തോന്നിക്കാണില്ല. അല്ലെങ്കിൽ വൈദ്യുതി ലൈൻ്റെതായ കാര്യമായ അവശിഷ്ടങ്ങളൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞു കാണില്ല. അങ്ങനെ ഈ പശുവിൻ്റെ അടുത്തേക്ക് വന്ന് പശുവിന് എന്ത് പറ്റിയതാണെന്ന് നോക്കാൻ ശ്രമിച്ചപ്പോഴായിരിക്കും ആ വീട്ടമ്മയ്ക്ക് ഷോക്കേറ്റതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ നിന്ന് കുറച്ച് ദൂരെ മാറി തെറിച്ച് വീണ നിലയിലായിരുന്നു ആ ബോബി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ യാദൃച്ഛികമായി പശുവിനെ നോക്കിയപ്പോൾ ഉണ്ടായൊരു ഷോക്കാണെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇത്തരം അനധികൃത കെണികൾ, വൈദ്യുതി കെണികൾ വലിയ അപകടമായി മാറുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പലയിടത്തായി ഇത്തരം കേസുകൾ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ ഉടമയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കും. മറ്റ് കൃഷിക്കാർ അല്ലെങ്കിൽ ഈ നോട്ടക്കാരോ മറ്റൊക്കെ ആണോ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടക്കും. അനധികൃതമായാണോ കറണ്ട് എടുത്തത് അല്ലെങ്കിൽ ഇത്തരം വൈദ്യുതി കെണി സ്ഥാപിക്കുന്നതിനുള്ള എന്തെങ്കിലും അനുമതി സ്ഥലമുടമ വാങ്ങിയിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും പരിശോധന വരും. എന്തായാലും ഈ വന്യജീവികളെ നേരിടാനായി ഒരുക്കിയ കെണിയിൽ ഒരു വീട്ടമ്മയുടെ ജീവിതം ദാരുണമായി പൊലിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന പരിമിതമായ വരുമാനമുള്ള ഒരു വീട്ടമ്മയായിരുന്നു. അവർ കഠിനാധ്വാനം ചെയ്ത് തൊഴിലുറപ്പ് ജോലിക്കും പോയി ഈ ചത്തുപോയ പശുവിനെയൊക്കെ മേയിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പാലുമൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കൾ 3 പേരുണ്ട്. മൂത്ത മകൾ നേഴ്സിംഗ് പഠിക്കുന്നു. ആ കുട്ടിയുടെ ചില പഠന ആവശ്യങ്ങൾക്കായി അടുത്തിടെ തന്നെ ഈ പശുവിനെ വിറ്റ് ഒരു പണം കണ്ടെത്തി പഠനകാര്യങ്ങൾ നിർവഹിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു സമയത്തോടുകൂടിയാണ് ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പഴുതടച്ചൊരു അന്വേഷണം ഇക്കാര്യത്തിലുണ്ടാവും. പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ പ്രത്യേകിച്ചും പഞ്ചായത്ത് പ്രതിനിധികൾ അടക്കമുള്ളവരൊക്കെ വളരെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുമുണ്ട്. സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും. ഇത്തരത്തിലെ അനധികൃത വേലികൾക്കെതിരായി തന്നെ ഒരു അന്വേഷണം അല്ലെങ്കിൽ അത്തരം അനധികൃതമായി നിർമ്മിക്കുന്ന കെണികളെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ പരിശോധന ഇനി വനംവകുപ്പും വൈദ്യുതി വകുപ്പും ഒക്കെ ചേർന്ന് നടത്തേണ്ട ഒരു അനിവാര്യതയിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു